എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ബെൻഡിഗോ എന്ന് പറയുന്ന ഒരു റീജിയണൽ സിറ്റിയിലേക്കാണ്. നമ്മുടെ ബെല്ലറാട്ട് പോലെ തന്നെ ഒരു റീജിയണൽ സിറ്റിയാണ് ബെൻഡിഗോ. ബെല്ലറാട്ടിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ് പോപ്പുലേഷൻ വൈസ്. നമുക്ക് ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറോളം യാത്രയുണ്ട് ബെൻഡിഗോയിലേക്ക്. പക്ഷേ മെൽബണിൽ നിന്ന് അല്ലെങ്കിൽ മെൽബണിലേക്ക് 150 കിലോമീറ്ററോളം ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് ബെൻഡിഗോയിൽ നിന്ന്. അപ്പൊ നേരോട്ടും കളയണ്ട, നമ്മൾ ഇന്ന് നേരെ ബെൻഡിഗോയിലേക്ക്. സിന്നഞ്ചിരി സിന്നഞ്ചിരി രഹസ്യമേ സിന്നഞ്ചിരി സിന്നഞ്ചിരി രഹസ്യമേ സിന്നഞ്ചിരി സിന്നഞ്ചിരി ഗതിസായമേ സിന്നഞ്ചിരി വിരൽ കൊടി. അപ്പൊ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ഫാംലാൻഡിന്റെയും യൂക്കാലിമരങ്ങളുടെ ഒക്കെ നടുക്കൂടെ നമ്മുടെ യാത്ര തിരിക്കുകയാണ്. ഹിസ്റ്ററിയും കൾച്ചറും ആർക്കിടെക്ചറൽ ബ്യൂട്ടിയും ഒക്കെ കൊണ്ട് സമ്പന്നമായ ബെൻഡിഗോ കാണാൻ. 1850കളിൽ ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് ഫീൽഡ്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ബെൻഡിഗോ. അതിന്റെ ഒരു സമ്പന്നത ഇന്നും സിറ്റിയിലുടനീളം കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഒരു സ്മാരകമാണ് ബെൻഡിഗോയിൽ ഏറ്റവും അറിയപ്പെടുന്ന സീക്രട്ട് ഹാർട്ട് കത്തീഡ്രൽ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് ആദ്യം പോകുന്നത് സീക്രട്ട് ഹാർട്ട് കത്തീഡ്രലിലേക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബെൻഡിഗോ സിറ്റി. സിറ്റിക്കകത്തെ അട്രാക്ഷനുകളിലൊന്നാണ് ഈ വിൻറ്റേജ് ടോക്കിംഗ് ട്രാം. ഒരു സിറ്റി ടൂറൊക്കെ നടത്തണമെന്നുള്ളവർക്ക് ഈ ഹെറിറ്റേജ് ട്രാമിൽ സിറ്റിക്കകത്തൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാവുന്നതാണ്. അങ്ങകലതെ ഉയർന്നു കാണുന്ന ആ ഗോപുരങ്ങൾ സീക്രട്ട് ഹാർട്ട് കത്തീഡ്രലിൻ്റെയാണ്. സിറ്റിക്കകത്ത് എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്ക രീതിയിലാണ് ചർച്ചിൻ്റെ ഗോപുരങ്ങളുള്ളത്. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയിലേക്ക് കയറാനുള്ള എൻട്രി. പള്ളിയുടെ ഫ്രണ്ടിലും വശങ്ങളിലുമായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് കുറച്ച് നേരം വന്നൊന്ന് ശാന്തമായിട്ട് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഗാംഭീര്യത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ഈ ഒരു പള്ളി ആര് കണ്ടാലും ഒന്നുകൂടെ നോക്കിപ്പോവും. 1800കളിൽ ഗോൾഡ് റഷിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മൈഗ്രൻസ് ഈ ഒരു ബെൻഡിഗോ ഏരിയയിലേക്ക് കുടിയേറി പാർത്തു. അവരിൽ ഏറിയ പങ്കും യൂറോപ്പിൽ നിന്നും അയർലൻഡിൽ നിന്നും കുടിയേറി പാർത്ത കത്തോലിക്കരായിരുന്നു. അങ്ങനെ ഈ കാത്തലിക് പോപ്പുലേഷൻ വളരുന്നതനുസരിച്ച് അവർക്കൊരു ചർച്ച് വേണമെന്നുള്ള ആഗ്രഹവും വളരാൻ തുടങ്ങി. അങ്ങനെ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മെഡീവിയൽ യൂറോപ്യൻ ചർച്ചസിൻ്റെയൊക്കെ ഒരു മോഡലിൽ ഗോത്തിക് റിവൈവൽ സ്റ്റൈലിൽ വില്യം ടാപ്പിൻ എന്ന ആർക്കിടെക്ട് പള്ളിയുടെ ഡിസൈൻ രൂപകൽപ്പന ചെയ്തു. 1897 ബിഷപ്പായിരുന്ന സ്റ്റീഫൻ ഡ്രെവില്ലി അങ്ങനെ പള്ളിയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ 1897 ബെൻഡിഗോയിലുള്ള ഗോൾഡ് റഷ് കമ്മ്യൂണിറ്റിയുടെ വിപുലമായ ഡൊണേഷൻസ് കൊണ്ട് പള്ളിയുടെ വർക്കുകൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഗോൾഡിൻ്റെ ലഭ്യതക്കുറവും ലോക്കൽ കമ്മ്യൂണിറ്റി ചേഞ്ചും വേൾഡ് വാറും ഒക്കെ ആയിട്ട് 1908 മുതൽ 1950 വരെ പള്ളിയുടെ പണി മുടങ്ങിക്കിടന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴേക്കും മോഡേൺ ടെക്നിക്കുകൾ ഉപയോഗിച്ച് പള്ളി വീണ്ടും പുതുക്കി പണിതു. എന്നാൽ നിലവിലുണ്ടായിരുന്ന ഗോത്തിക് സ്റ്റൈൽ പ്രിസർവ് ചെയ്തുകൊണ്ടാണ് മോഡേൺ ടെക്നിക്കുകൾ ഉപയോഗിച്ച് അവർ പള്ളി പണി തീർത്തത്. ആ സമയത്ത് ആഡ് ചെയ്തതാണ് 72 മീറ്റർ നീളമുള്ള പള്ളിയുടെ ആ സ്പിയർ. ദ മാഗ്നിഫിസൻറ്റ് സ്പിയർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇത്രയും നീളമുള്ള സ്പിയർ ഉള്ളതുകൊണ്ട് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ചർച്ചുകളിലൊന്നായിട്ടാണ് ഈ കത്തീഡ്രൽ അറിയപ്പെടുന്നത്. കത്തീഡ്രലിൻ്റെ ഇടതുവശത്തായിട്ട് വിശുദ്ധ മേരി മെക്കലോപ്പിൻ്റെ ഒരു സ്റ്റാച്യു നമുക്ക് കാണാൻ സാധിക്കും. ഗ്ലാസ് കൊണ്ടും ബ്രോൺസ് കൊണ്ടും നിർമ്മിച്ച ഒരു സ്റ്റാച്യു. വിശുദ്ധ മേരി മെക്കലോപ്പ് ഓസ്ട്രേലിയയിലെ ആദ്യത്തെ വിശുദ്ധയാണ്. ആ സ്റ്റാച്യുവിൻ്റെ മധ്യത്തിലായിട്ടൊരു ക്രോസും റോസറിയും കാണാൻ സാധിക്കും. ആ സ്റ്റാച്യുവിൻ്റെ നിർമ്മിതിയെപ്പറ്റി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ ബാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കത്തീഡ്രലിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു ഗ്രോട്ടോ കാണാൻ സാധിക്കും. ലൂർദ് മാതാവിൻ്റെ ഒരു ചെറിയ ഗ്രോട്ടോ ആണ്. അവിടെ ലൂർദ് മാതാവിൻ്റെ ഒരു പ്രെയറും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അങ്ങോട്ട് കയറിപ്പോകാനുള്ള ഒരു ചെറിയ വഴി. സിറ്റിയുടെ ഒത്ത നടുക്കാണെങ്കിലും നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ കേട്ടോ. നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. നമുക്ക് കുറച്ച് നേരം വന്ന് തനിയെ മൗനമായിട്ടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയൊരു അന്തരീക്ഷം. എനിക്ക് ഈ കത്തീഡ്രലും പരിസരവും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. കണ്ടോ, സൈഡിലായിട്ട് ഒരു മാർബിൾ ശിലയിൽ മാതാവിൻ്റെ പ്രെയർ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രയർ ടു ലേഡി ഓഫ് ലൂർദ്സ്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ സാധിക്കും. പക്ഷേ അത് ഡ്രൈ ആണ്. അത് കുറേ നാളായി പ്രവർത്തിച്ചിട്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പ്രാർത്ഥിക്കുന്ന ഒരു രൂപം കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോട്ടോയും പരിസരവും എല്ലാം. കത്തീഡ്രൽ ഓപ്പൺ ആണ്. നമുക്കിനി അതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വാതിൽ ഓപ്പൺ ഉണ്ടായിരുന്നുള്ളേ. ഫ്രണ്ടിലെ ഡോറൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു പള്ളി ക്ലോസ്ഡ് ആണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഡോർ ഓപ്പണായി കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതാണ് ഉൾഭാഗം, പള്ളിയുടെ ഉൾഭാഗം. കയറി ചെല്ലുമ്പോഴേ അവിടെ എന്തോ ഒരു പ്രാർത്ഥന നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന 1-2 പേരെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടു. പിന്നെ അകത്തൊരു വശത്തായിട്ട് ഇങ്ങനെ നമ്മുടെ വണ്ടിയിലൊക്കെ ഹാങ് ചെയ്യുന്ന ചെറിയ കാവൽമാലാഖയുടെ രൂപങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചാരിറ്റിക്കാണ് പൈസ പോകുന്നത്. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഉൾഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പെയിൽ കളറ് സാൻഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലൈം സ്റ്റോൺ കൊണ്ടാണ് അതിൻ്റെ വാളുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഉൾഭാഗത്ത് അതൊരു സോഫ്റ്റ് വാം ടൂൺ നൽകുന്നുണ്ട്. ക്ലിയർ സ്റ്റോറി വിൻഡോസ് ആയതുകൊണ്ട് ഒരുപാട് ഡേ ലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. ഒത്തിരി ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ എന്നാലും നല്ല പ്രകാശം ഉള്ളിലുണ്ട്. നമ്മൾ അകത്തേക്ക് നോക്കുമ്പോഴേ കാണുന്നത് ഒരു ലാർജ് ലോഫി ഗോത്തിക് സ്പേസ് ആണ്. ഒരു പ്രോസ്പെറസിയും എലഗൻസിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നിർമ്മാണ ശൈലി. അത് നമ്മൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യും. വാളിൻ്റെ കളറോട് ചേർന്ന ഒരു പെയിൽ കളർ മാർബിളാണ് ഫ്ലോറിലുള്ളത്. കലാക്കാറ്റ വാഗ്ലി എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് ടൈലാണത്. ഇനി ഈ ടൈലിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അകത്തേക്ക് വരുന്ന ലൈറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പള്ളിയുടെ അകം കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും. ഇനി നമ്മൾ ഈ കാണുന്നതാണ് സീക്രട്ട് ഹാർട്ട് പെയിൻറ്റിങ്. 1901 ഇറ്റാലിയൻ ആർട്ടിസ്റ്റായ AFT കവല്ലാറോ വരച്ചതാണ് ഈ ഒരു ചിത്രം. 1902 അത് ഓസ്ട്രേലിയക്ക് കൊണ്ടുവരികയും 1973 ഇന്ന് കാണുന്ന ഈ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കത്തീഡ്രലൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ സിറ്റിക്കകത്തൂടെ ഒരു ഡ്രൈവ് പോവുകയാണ്. പിന്നെ നമുക്ക് സിറ്റിക്കകത്ത് ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിലൊന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ സിറ്റിക്കകത്തൂടെ ഒരു ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മോഡേൺ പ്ലസ് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് മിക്സ് ആയിട്ടുള്ള ഒരു സിറ്റിയാണത്. കൂടുതലും യൂറോപ്യൻ ടച്ചുള്ള ബിൽഡിങ്സ്. അപ്പോൾ സിറ്റിക്കകത്ത് തന്നെയുള്ള റോസാലിൻഡ് പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് പാർക്കിലൂടെ ഒരു ചെറിയ വാക്ക് പോയിട്ട് കാണിച്ചു തരാം പാർക്ക് എങ്ങനെയാണ് എന്നൊക്കെ.
അപ്പോൾ ഈ ഒരു ചെറിയ പാലം കയറി ക്രോസ് ചെയ്ത് വേണം നമുക്ക് പാർക്കിലേക്ക് പോകാനായിട്ട്. ഇതൊരു ചെറിയൊരു ഡ്രെയിനേജ് പോലെയൊക്കെ തോന്നുന്നുണ്ട്, നല്ല സ്മെല്ലി ആയിട്ടുള്ള വാട്ടർ. അപ്പോൾ സിറ്റിയുടെ നടുക്ക് അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ഫൗൾ സ്മെൽഡ് വാട്ടർ ആയിരുന്നു അത്. അപ്പോൾ ഇതേ നമ്മൾ ആ പാലം കയറി ക്രോസ് ചെയ്യുമ്പം ഈ ഒരു പാർക്കിലേക്കാണ് വരുന്നത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ബസ്ലിംഗ് സിറ്റി ആയിട്ട് നമുക്ക് വണ്ടിയിലിരുന്നപ്പോൾ ഒക്കെ തോന്നിയെങ്കിലും ഇവിടെയൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്. കിളികളുടെ ആ ഒരു ഒച്ചപ്പാടും ബഹളം മാത്രമേ ഉള്ളൂ. ഒച്ചപ്പാടും ബഹളമൊന്നല്ല, കളകളാരവം എന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. കേട്ടില്ലേ, നല്ല രസമല്ലേ ഇത് കേൾക്കാനായിട്ട്. നല്ലൊരു നേച്ചർ ഫീല് കിട്ടുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുൻപോട്ട് നടക്കാം. അപ്പോൾ മുന്നോട്ട് നമ്മൾ നടന്ന് ചെല്ലുന്നത് എനിക്ക് തോന്നുന്നു സിറ്റി സെൻറ്ററാണ് ആ കാണുന്നതെന്ന് തോന്നുന്നത്, ഉറപ്പില്ല കേട്ടോ. അപ്പം എന്തായാലും സിറ്റിയാണ്, സിറ്റിയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അവിടെ എന്താ കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻഡിഗോ എന്നൊരു വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ. നല്ല ഭംഗി അത് കാണാനായിട്ട്, മൾട്ടി കളറിലൊക്കെ ആയിട്ട് അങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നുമ്മ പറഞ്ഞ സാധനം, ബെൻഡിഗോ. നല്ല ഭംഗിയില്ലേ, നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഞങ്ങൾ കിട്ടിയ അവസരം പാഴാക്കണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അതിൻ്റെ മുമ്പിൽ നിന്നിട്ട്. നല്ല ഭംഗിയില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ബെൻഡിഗോയിൽ നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നില്ല, നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ബെൻഡിഗോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.